ഈ ഒരു സീസണിൽ ഗോളുകൾ അടിച്ചുകൂട്ടിയൊരു ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിന് നേരെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ക്വാമെ പെപ്രയും ജീസസ് ജിമിനസും നോവ സദോയും അടങ്ങുന്ന മുന്നേറ്റ നിരയും അതിനെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ലൂണ എന്ന മിഡ്ഫീൽഡറും അടങ്ങിയൊരു മുന്നേറ്റ നിര, അതായത് ഗോളടിക്കാനുള്ളൊരു സംഘം തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു സീസണിൽ ഉണ്ടായിരുന്നു. അടുത്ത സീസണിലേക്ക് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് വീണ്ടും ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിനെ മൂർച്ച കൂട്ടുവാൻ വേണ്ടി താരങ്ങളെ സൈൻ ചെയ്യുവാനായിട്ട് ഒരുങ്ങുകയാണ്. അതിൽ നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സെർജിയോ കാസ്റ്റൽ എന്ന് പറയുന്ന ജംഷഡ്പൂരിന് വേണ്ടി മിന്നും പ്രകടനം 5ാം സീസണിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്ന സെർജിയോ കാസ്റ്റൽ എന്ന് പറയുന്ന താരത്തെ ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ടീമിലേക്ക് എത്തിക്കുവാനായിട്ട് പോവുകയാണ് എന്നാണ് നമുക്കറിയുവാനായിട്ട് സാധിക്കുന്നത്. മിക്കവാറും ഇദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുക ക്വാമെ പെപ്രയ്ക്ക് പകരക്കാരനാവാനായിട്ടാണ് എന്നാണ് നമുക്കറിയുവാനായിട്ടുള്ള സാധ്യത. അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വാമെ പെപ്രയേക്കാൾ ബെറ്റർ ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ അറിയേണ്ടതാണ്. ബട്ട് അദ്ദേഹത്തിൻ്റെ ISL മത്സരങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ മികച്ച പ്രകടനം തന്നെ ജംഷഡ്പൂർ FC വേണ്ടി അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയുവാനായിട്ട്, അല്ലെങ്കിൽ സ്റ്റാറ്റ് നോക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ISL മുമ്പ് എക്സ്പീരിയൻസ് ഉള്ളതിനാൽ തന്നെ സെർജിയോ കാസ്റ്റലിനെ പോലുള്ള ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുന്നത് എന്തുകൊണ്ടും ഗുണമാവും. ബ്ലാസ്റ്റേഴ്സിന് ഗോളടിക്കുന്ന കാര്യത്തിൽ ഇനിയൊരു പഞ്ഞവും വെഴുത്തില്ല എന്ന കാര്യം ഏകദേശം ഉറപ്പാണ് ഇദ്ദേഹത്തെ ടീമിലെത്തിക്കുന്നതിനാൽ തന്നെ. അങ്ങനെയാണെങ്കിൽ അടുത്ത സീസണിൽ ഈ ഒരു സീസണിൽ ഉണ്ടായതിനേക്കാൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു അറ്റാക്കിംഗ് നിര ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അടുത്ത സീസണിൽ ഉണ്ടാവാനായിട്ടുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇദ്ദേഹം സ്പാനിഷ് താരമാണ്. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒരു സ്പാനിഷ് കോച്ചിനെയാണ് സൈൻ ചെയ്യാൻ പോകുന്നതെന്നും നമുക്ക് റിപ്പോർട്ടുകളുണ്ട്. അതിനാൽ തന്നെ അടുത്തൊരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു സ്പാനിഷ് മയം എന്തായാലും കാണുവാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുകയാണ്.